അപ്പോൾ മൺസൂണൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതേ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൊത്തം നനഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ബൈക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാങ്കിൽ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ റീസൺ സമ്മർ ടൈമിൽ പൊടിയും ചെളിയൊക്കെ നമ്മുടെ ടാങ്കിൻ്റെ വാട്ടർ ഫ്ലോ പൈപ്പിൽ സ്റ്റക്കായിട്ടിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ മഴ നനയുമ്പോൾ ടാങ്കിൽ വെള്ളം ഇറങ്ങി ഇഞ്ചക്ടർ അടിച്ചു പോകാം, മിസ്സിങ് ഉണ്ടാകാം, ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഒരു വണ്ടിയിൽ റാപ്പ് ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വാട്ടറിൻ്റെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ ഒരു സൈഡ് കോർണറിലായിരിക്കും ഹോൾ വരുന്നത്, അതായത് വാട്ടർ ഫ്ലോ ഹോളാണത്. ഇത് തുരുമ്പടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് സ്റ്റക്ക് ആകുന്നത്, അതായത് വെള്ളം ഇതിനകത്ത് നിറഞ്ഞ് ഇതിനകത്തോട്ട് ഓവർഫ്ലോ ആവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ലെങ്ത് ഉള്ള ഒരു ചെമ്പ് കമ്പിയാണ്. അഥവാ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോയുടെയൊക്കെ ത്രോട്ടിൽ കേബിൾ ആണെങ്കിലും മതി. ഇത് ജസ്റ്റ് ഒന്ന് ഈ ഹോളിനകത്തോട്ടൊന്ന് ഇറക്കി കൊടുക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും വെള്ളം ഡയറക്റ്റായിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ മഴ സമയത്ത് ഇതുപോലെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആലോചിച്ചോണം, ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് മിക്ക വണ്ടികളിലും ഇങ്ങനെയുള്ള വാട്ടർ ഫ്ലോ പൈപ്പ്സ് സ്റ്റക്കായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പൊടിയൊക്കെ കയറി അടഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. മസ്റ്റായിട്ടും ആ മിസ്സിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറും. നിങ്ങളുടെ ഇഞ്ചക്ടറിൽ അല്ലെങ്കിൽ പമ്പിനൊക്കെ അത്യാവശ്യം നല്ല ലൈഫ് കിട്ടും.